RSS ആസ്ഥാനം ഉൾപ്പെടുന്ന നാഗ്പൂർ മണ്ഡലത്തിന്റെ പ്രതിനിധിയും RSS നേതൃത്വവുമായി അടുത്ത ബന്ധവുമുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിൽ സ്വകാര്യ സന്ദർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ വിളിച്ചുവരുത്തി ഉച്ചയൂണ് നൽകിയത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ. നിതിൻ ഗഡ്കരിയും കുടുംബവും തീർത്തും സ്വകാര്യ സന്ദർശനത്തിനാണ് കോവളത്തും കന്യാകുമാരിയിലും വന്നത്. ഇതറിഞ്ഞ പിണറായി വിജയൻ ഗഡ്കരിയെ ക്ലിഫ് ഹൌസിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിന് യോജിച്ചതാണോ എന്ന് വ്യക്തമാക്കണം. ഗഡ്കരിയെ സൽക്കരിച്ച പിണറായിക്ക് എങ്ങനെയാണ് LDF കൺവീനർ EP ജയരാജനെ കുറ്റം പറയാനാവുകയെന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു. പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയായിരുന്നു ഇത്. ജയരാജനെ ആദ്യം തള്ളിപ്പറഞ്ഞ പിണറായി വിജയൻ പിന്നീട് ന്യായീകരിച്ചത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ നേതാവാണ്. മുഖ്യമന്ത്രി പറയുന്നത് താൻ പലതവണ ജാവ്ദേക്കറെ കണ്ടു എന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് എന്തിനാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയണം. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ്, എക്സാലോജിക്, SNC ലാവലിൻ സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ ഇല്ലാതാക്കുന്നതിന് പകരം തൃശൂർ, തിരുവനന്തപുരം സീറ്റുകളിൽ BJPക്ക് പിന്തുണ നൽകാനുള്ള അടവ് നയത്തിന്റെയും ഡീൽ ഉറപ്പിക്കലിന്റെയും ഭാഗമായിരുന്നു ജാവ്ദേക്കറുമായുള്ള ചർച്ചയെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു.